ടീനേജ് കുട്ടികളെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അത് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് സാധാരണ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽപ്പെട്ട ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം ചേർത്ത് വെച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും ഇടിച്ചു താഴ്ത്താനോ തെറ്റെന്ന് തള്ളിക്കളയാനോ അല്ല. അവിടെ ഉണ്ടാകുന്ന കുട്ടികളുടെ മാനസിക അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ടീനേജ് സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അപ്പനും അമ്മയും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിർഭാഗ്യവശാൽ ചില കുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടാതെ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ചിലപ്പം കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരിക്കില്ല, കുട്ടിക്ക് ചിലപ്പോൾ ആരും കാണൂല. ചിലപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ രണ്ടാം വിവാഹത്തിലെ അമ്മയായിരിക്കും ജീവിച്ചിരിക്കുന്നത്. ആ രണ്ടാം അമ്മയെന്ന് പറയുമ്പം പലപ്പോഴും എല്ലാവർക്കും ഒരു പുച്ഛമാണ്. ഒന്നാം അമ്മയോട് അത്ര സാദൃശ്യം ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. രണ്ടാം അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല ചിന്തകളും മനസ്സിൽ വരും. രണ്ടാം അമ്മ കുട്ടിയെ നോക്കൂല എന്നുള്ള ചിന്ത വരും. ചിലർ നോക്കുമായിരിക്കും. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഈ രണ്ടാനമ്മ ഇഷ്ടമില്ലെങ്കിൽ അവരെപ്പോഴും ഈ കുട്ടി തെറ്റ് ചെയ്താൽ പോലും ആ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടാനമ്മയെ തള്ളി പറയും. ആ അമ്മയ്ക്ക് ഈ മോനോട് കൂടുതലായിട്ട് നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ടീനേജ് സമയത്ത് അവർക്ക് ഇവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ആ സമയത്ത് കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കൂട്ടുകാർ ചേർന്ന് ചിലപ്പോൾ ചില കുരുത്തക്കേടൊക്കെ ചെയ്യും. ആ കുരുത്തക്കേട് നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കുരുത്തക്കേട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിയമപാലകരുടെ മുന്നിൽ ചെന്ന് പെടും. അതുവരെയും അമ്മ മകനെ കാത്ത് പരിപാലിച്ചു കൊണ്ട് വരികയായിരുന്നു. സ്വന്തം അമ്മയല്ല, രണ്ടാനമ്മ. ആ അമ്മയ്ക്ക് ചിലപ്പം അവിടെ വെച്ച് അതുവരെ അമ്മ ചിലപ്പം വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുറ്റം കണ്ടപ്പോൾ അമ്മയ്ക്ക് വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ വഴക്ക് പറയും. അന്ന് മുതൽ ആദ്യമായിട്ടൊരമ്മ വഴക്ക് പറയുമ്പോൾ ഈ മോനത് വിഷമമാവും. ഈ മോൻ എന്ത് ചെയ്യും? മോൻ്റെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരോട് ചേരും, അവർ പറയുന്നത് കേൾക്കും. അവരാണെങ്കിലാണ് എന്താണ്, ഈ വ്യക്തിയെ ഇഷ്ടവുമില്ല. അപ്പോൾ അവർ മോൻ ചെയ്യുന്ന തെറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് മോന് കൂടുതൽ തെറ്റ് ചെയ്യാൻ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള സംസാരം വരും. അപ്പം എന്ത് പറ്റും? ഈ തെറ്റിലേക്ക് വഴി നിൽക്കുന്ന ആള് ആ തെറ്റ് ചെയ്യാൻ പ്രചോദിതമാകുന്ന വാക്കുകളിലേക്ക് വീഴുകയും കൂടുതൽ തെറ്റിൽ പോകാനുള്ള ആ ഒരു ജിജ്ഞാസ ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഇന്നലെ വരെ സ്നേഹിച്ച അമ്മ ശത്രുവായി മാറുകയും ചെയ്യും.